ഏലേ കയ്യേലൊരു ചൂട്ടും ചുണ്ടേലൊരു പാട്ടും ഇടനെഞ്ചിൻ തുടിതാളങ്ങൾ തേടുന്നൊരു കൂട്ടും. പണ്ടത്തെ പാട്ടിയിലൊന്നും പതിരില്ല പകയില്ല, മലരാണേ കനലാണേ അടിയാന്റെ കരളാണേ നെറിവിന്റെ അറിവാണേ. പാട്ടും ചൂട്ടിലെ ഇന്നത്തെ നമ്മുടെ അതിഥി രശ്മി സതീഷാണ്. ചൂട്ട് ആട്ടിത്തെളിയിച്ച് പാട്ടുകൾ ഉണ്ടാക്കിയ രശ്മി സതീഷ്. പാട്ടിന്റെ വഴിയിലേക്ക് നമുക്ക് രശ്മിയെ അന്വേഷിച്ചെല്ലാം. പാട്ടിന്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ചെറുപ്പത്തിൽ എല്ലാരെ പോലെ സിനിമാ പാട്ടുകളും കാസറ്റിൽ നിന്നുള്ള സാധനങ്ങൾ റേഡിയോ വഴിയൊക്കെയുള്ള പാട്ടുകൾ കേട്ടുള്ള പരിചയമാണ് ആദ്യം സംഗീതത്തിനെ പരിചയപ്പെടുന്നത്. പിന്നെ നമ്മുടെ തന്നെ പ്രദേശങ്ങളിലെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഉത്സവങ്ങളിൽ കേൾക്കുന്ന പലതരം പാട്ട്. പക്ഷെ ഒരു പാട്ടിൽ അങ്ങനെ ഒരു അഭിരുചി കണ്ടിട്ട് ശരിക്കും ഒരു 5-6 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കർണാടക സംഗീതം പഠിക്കാനായിട്ട്. പാഠശാലയാണ് അമ്മയുടെ നാട്. അപ്പൊ അവിടെ ഒരു മുത്തയ്യ ഭാഗവതർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നൊരു മാഷ് വന്ന് പാട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പാട്ടപ്പൻ എന്നാ ഞാൻ വിളിക്കാറ്. പാട്ടപ്പൻ എല്ലാത്തരം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്ന ആളാണ്. ഹാർമോണിയം തബലയൊക്കെ തന്നെ ഉണ്ടാക്കും. ഒരുപാട് പേരെ പഠിപ്പിക്കാം. അന്ന് ഞാനാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ കുട്ടി അവിടെ. അപ്പൊ ഞാൻ എല്ലാവരുടെ ക്ലാസ്സിലും ഞാൻ ഇരിക്കും. ഇന്നത്തെ പോലെ ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ ഒരു ക്ലാസ്സിന് ഇത്ര രൂപ അങ്ങനെയല്ല ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പോവാം. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം പാട്ട് പഠിക്കാൻ പോകും. അപ്പം വേറൊരു ബന്ധം കൂടി ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ പറഞ്ഞ പോലെ നമ്മളൊരു പാട്ട് ഒരു അധ്യാപകത്തിലല്ലാതെ ഒരു ഭയങ്കര അത്രയും പ്രായമുള്ള മനുഷ്യനുമാണ്. അപ്പൊ ഭയങ്കര കുട്ടിയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും പഠിപ്പിക്കുന്നത് കേട്ട് പഠിക്കും കൂടി ചെയ്യാറുണ്ട്. എനിക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങളല്ലാണ്ട് വലിയ ചെറിയ കീർത്തനങ്ങളൊക്കെ ആദ്യമേ കൂടെ പഠിക്കും. അപ്പൊ അവരിൽ ആരോ ഒരാള് അമ്പലത്തിൽ ആദ്യമായിട്ട് അരങ്ങേറുന്ന സമയത്ത് കണ്ടോ ഞാൻ 3-ാം ക്ലാസ്സിലെ 4-ാം ക്ലാസ്സിലാണ്. അപ്പൊ ഞാനും കൂടെ ആണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രൊഫഷണലി സംഗീതത്തിന് ഒരു പ്രോഗ്രാമിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഞാൻ പെട്ടെന്ന് 5-ാം ക്ലാസ് മുതൽ അവിടെ പോകുമ്പം അങ്ങനെ പരിചിതമല്ലാത്തൊരു അന്തരീക്ഷം. അപ്പം അങ്ങനെ ആർക്കും ഞാൻ പാടുമെന്നോ ഒന്നും അറിയില്ല. ഞാന് ഒരു മലയാളം അധ്യാപകൻ ഏലിയാസ് മാഷിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പാഠപുസ്തകം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ 2 വരി പുസ്തകങ്ങൾ എഴുതിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന വരിയുണ്ട്. വരിയിൽ നിന്നിട്ട് ഇങ്ങനെ മൂളാണ്. മാഷിന്റെ അടുത്തെത്തിയപ്പോ മാഷ് ഞാൻ മൂളെന്ന് ശ്രദ്ധിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു കവിത പഠിച്ചു. ആ മാഷാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ യുവജനോത്സവത്തിനൊക്കെ പേര് കൊടുക്കുന്ന ആദ്യമായിട്ട്. അല്ലാതെ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ പാട്ടിലും ഇതിലും ഒക്കെ കുറച്ചുകൂടെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കാനും മത്സരങ്ങൾക്ക് പോകാനും ഒക്കെ തുടങ്ങിയത്. പിന്നെ ഈ പറയുന്ന പോലെ പാട്ടിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇപ്പം കർണാടക സംഗീതം മാത്രമായിരുന്നല്ലോ പഠിച്ചിരുന്നത്. സിനിമാ പാട്ടുകൾ എല്ലാരെ പോലെ കേട്ടിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഡിഗ്രി കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ശരിക്കും വയനാട്ടിൽ MSW പഠിക്കുന്ന കാലഘട്ടത്തിലാണ് പഠിക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പലതരം പാട്ടുകളും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആയിരുന്നു സ്പെഷ്യലൈസേഷൻ. അപ്പം അവിടെ പല കമ്മ്യൂണിറ്റികളിൽ പോകേണ്ടി വരുന്നു. അവരെ പാട്ടുകൾ കളക്ട് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നാടൻ പാട്ട് എന്ന് നമ്മൾ വിളിക്കുന്ന വളരെ കുറച്ച് പാട്ടുകൾ. നാടൻ പാട്ട് ഒത്തിരി തരങ്ങളുണ്ട്. അതില് കുറേശ്ശെ പാട്ടുകൾ ഈ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിന് പാടാനായിട്ട് എല്ലാവരും കൂട്ടുകാർ കളക്ട് ചെയ്ത ഒരു കൂട്ടം പാട്ട് പഠിക്കും. അപ്പൊ ആ പാട്ടിന്റെയൊക്കെ പ്രത്യേകത ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മനുഷ്യന്റെ ജീവിതമായിട്ട് ഭയങ്കര അടുത്തിരിക്കുന്ന പാട്ടുകളാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഉറുമിയിൽ പാടിയ പാട്ട് പോലും അന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്ത് പാടിയിരുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ അപ്പാ നമ്മുടെ ഉള്ള പാട്ടുകൾ. പിന്നെ കൽക്കട്ടയിൽ പോകുന്നു. കൽക്കട്ടയിൽ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകോത്തര വേൾഡ് മ്യൂസിക്കിന്റെ ലോകത്തിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. ഇത്രയും തരം സംഗീതം ഉണ്ടായിരുന്നോ? ജാസ് ഫെസ്റ്റിവൽ, ബ്ലൂസ് ഫെസ്റ്റിവൽ, ഹിന്ദുസ്ഥാനി മ്യൂസിക് ഫെസ്റ്റിവൽ, ബാവുൽ മേളകൾ. നോക്കുമ്പോ സംഗീതത്തിന് മറ്റേ അനന്തരമായിട്ടുള്ള ശാഖകളാണ്. തീർച്ചയായിട്ടും അറിയാൻ പറ്റിയ യാത്രയും പിന്നെ സ്വാഭാവികമായിട്ട് ഫൈനലി സിനിമയിലേക്കൊക്കെ പാടി ഇപ്പം രസാന്ന് പറഞ്ഞ ബാൻഡും ഒക്കെ ഉണ്ട്. ബാച്ചലർ പാർട്ടിയിലെ ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ കുട്ടമാഷും അതുപോലെ രശ്മി കൂടി പാടിയ പാട്ട്. ശരിയാ. ആക്ച്വലി രാഹുൽ രാജ് സംഗീതം ചെയ്തിട്ട് കുട്ടപ്പ മാഷ് ഞാനും പാട്ട് വളരെ ഇഷ്ടപ്പെട്ടാണ് എല്ലാവർക്കും. ചിറകില്ലാതുയരത്തിൽ പാറാം
കനമില്ലാതാടാം തുടിതാളം കൊട്ടാം. വെളിവില്ല കളിയെല്ലാം തീരും, കളമെല്ലാം മാറും, മിഴിനീരും മായും. നല്ലോരെല്ലാം പാതാളത്തിൽ, സ്വർലോകത്തു ബോറന്മാർ. നല്ലോരെല്ലാം പാതാളത്തിൽ, സ്വർലോകത്തു ബോറന്മാർ. ഏ കപ്പ 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 പുഴുക്ക്, ഏ ചക്ക 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 ചക്കര ചക്കര ചക്ക ചക്കര വരട്ടി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു കാലം ഉണ്ടായിരുന്നു. പുത്തൻ പാട്ടുകളുമായിട്ട്, അത് പടുപാട്ടായിട്ടും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന പാട്ടുകളൊക്കെ തന്നെയായിട്ട് അത് വളരെ ശക്തിയുള്ള പാട്ടുകളായിരുന്നു അല്ലെ അന്നത്തെ പാട്ടുകൾ. അതെ, ഇനി വരുന്നൊരു തലമുറയ്ക്ക്. അതുപോലെ തന്നെ പടുപാട്ട് ഇപ്പൊ രസയുടെ ആദ്യത്തെ സോങ് ആയിരുന്നു. കൊടുങ്ങല്ലൂരത്തെ കണ്ണൻ സിദ്ധാർത്ഥ എഴുതിയ കവിതയാണ്. അത് നമ്മൾ പിന്നീട് പാട്ടാക്കിയത്, ബാൻഡിലേക്ക് എടുത്തല്ലോ. നമുക്ക് എന്താ സംസാരിക്കാനുള്ളത് അത് നമുക്ക് പാട്ടിലൂടെയോ വരികളിലൂടെയോ പറയാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഇതില്ല. അപ്പൊ അങ്ങനെയാണ് അത് രസാന്ന് പറഞ്ഞ ബാൻഡിന്റെ ആദ്യത്തെ പാട്ടായിട്ടാണ് ഈ പടുപാട്ട് വരുന്നത്. പടുപാട്ട് ശരിക്കും വരികളെല്ലാം കേട്ടിട്ടുണ്ട്. ഞാൻ 2-3 വരി പാടാം. തോക്കു തോൽക്കും കാലം വരും വരെ നാക്കു തോൽക്കില്ലടോ, എന്റെ വാക്കു തോൽക്കില്ലടോ. നോക്കു തോൽക്കും കാലം വരും വരെ പാട്ടു തോൽക്കില്ലടോ, എന്റെ പാട്ടു തോൽക്കില്ലടോ. അടികൊണ്ടു നേടിയതെല്ലാം തലമുറ തീണ്ടിത്തുലയ്ക്കും, വെടികൊണ്ടു നേടിയതെല്ലാം ചുടുകാട്ടിലാറിത്തണുക്കും. കാടുപൂക്കും കാലം വരും വരെ കാവലായിരിക്കും നമ്മൾ നാടിന് കാതലായിരിക്കും. കാടുപൂക്കും കാലം വരും വരെ കാവലായിരിക്കും നമ്മൾ നാടിന് കാതലായിരിക്കും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്നുള്ള പാട്ടും ഈ ഗണത്തിൽപ്പെട്ട പാട്ട് തന്നെയാണ്. ശരിക്കും പ്രകൃതിയോടുള്ള അടുപ്പൊക്കെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കാൻ ഒരു പുതുതലമുറയ്ക്ക് അത് വഴികാട്ടിയായിട്ട് ഈ പാട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എന്റെ ലൈഫിലോട്ട് ആ പാട്ട് വരുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഞാൻ വയനാട്ടിൽ പഠിക്കുന്ന കാലത്ത് കനവ് എന്ന് പറഞ്ഞ ബേബി മാഷിന്റെ സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മളെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് പോകുന്നത്, ആദ്യമായിട്ട് പോകുന്നത്. അപ്പൊ അവിടുത്തെ കുട്ടികളുടെ ഓൾട്ടർനേറ്റ് എഡ്യൂക്കേഷൻ രീതിയൊക്കെ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങളെ കാട് കാണിക്കാൻ കൊണ്ടുപോയപ്പോ അവിടുത്തെ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ചാത്തി നമുക്കൊരു കാട്ടിന്റെ ഉള്ളിൽ ഒരു മൈതാനത്തിൽ നിന്നൊരു പാട്ട് പാടി തന്നത് ഈ പാട്ടായിരുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു 10-30 വർഷം മുന്നേ ഇഞ്ചക്കാട് ബാലേന്ദ്ര എഴുതിയ കവിതയാണ്. പക്ഷെ അത് പിന്നീട് ഡൈനമിക് ആക്ഷനും പുരോഗമന കലാകാരസ്ഥ സംഘവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും എല്ലാരും പലതരത്തിൽ അതിനെ ഏച്ചു പാടിയിട്ടുണ്ട്. പക്ഷെ ചാത്തി പാടിത്തന്നെന്ന് ഞാൻ കേൾക്കുന്ന അവിടുന്ന് ഞാൻ ഈ പാട്ടിന്റെ ഉറവിടം തപ്പിപ്പോവാ. പിന്നെ എനിക്ക് ഒക്കെ ഡൈനമിക് ആക്ഷൻ പാടിയിരുന്നെന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞു. അതെ, കുട്ടപ്പേണ്ണും ഒക്കെ പാടിയിരുന്നു. പിന്നീട് ശരിക്കും ഞാന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പഠനത്തിന്റെ MSW അവസാന കാലഘട്ടത്തിലാണ് ഞാനും ശശിയേട്ടനും സുധീറും എല്ലാരും കൂടെ ഈ പാട്ട് റെക്കോർഡ് ചെയ്യ ഡൽജോയും ജോഫി ഒക്കെയാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. എന്നിട്ട് തൃശ്ശൂരാണത്, പ്രേഗീത സ്റ്റുഡിയോയിലാണ് തോന്നുന്നു. അതെ അതെ, നമ്മളൊരു ചെറിയ മ്യൂസിക് ഒക്കെ കൊടുത്ത് നമ്മുടെ രീതിയിലായിട്ടുള്ള ഒരു ചെയ്ത് 12th hour സോങ് എന്നുള്ള പേരിൽ നമ്മളൊരു മ്യൂസിക് വീഡിയോ ചെയ്തു അന്ന്. അതിന് 12ാം മണിക്കൂറിലെ പാട്ടെന്ന് പേരിട്ടത് ഗോവിഷ്ണാണ്, PN ഗോവിഷ്ണാണ്. അപ്പൊ അതായത് ഒരു വാർണിംഗ് സൈൻ ആണല്ലോ നാടിനും മനുഷ്യർക്കും ജീവികൾക്കും ഒക്കെ ഉണ്ടാവുന്ന മുന്നോട്ടുള്ള ഒരു വാർണിംഗ് സൈൻ പോലെയാണ് ആ 12ാം മണിക്കൂറിലെ പാട്ട് 12th hour സോങ് എന്നതിനിട്ട്. പിന്നീട് ഇത് ശരിക്കും പറഞ്ഞാൽ നിൽപ്പ് സമരത്തിന്റെ ഐക്യദാർഢ്യത്തിന്റെ ഫോട്ടോ കൊച്ചിയിൽ പാടിയ വീഡിയോ ആണ് പിന്നീട് എന്റെ ഒരു വൺ ഓഫ് ദ ഐഡന്റിറ്റി ആയിട്ട് മാറിയത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും തണലു കിട്ടാൻ തപസിലാണിന്നിവിടെയെല്ലാം മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും, കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ പിറവി എന്നാൽ
വിത്തുകൾ തൻ മന്ത്രണം, ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ അങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നുടെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം, നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ. ആ പാട്ടിന്റെയും ആ വരികളുടെയും ശക്തിയൊന്നും ആർക്കും തടസ്സപ്പെടുത്തി വെക്കാൻ പറ്റുക. ചന്ദ്രുവിനെ നിങ്ങൾക്കറിയാവുന്നുള്ള പോലെ ഞാനും ജോബും ഒക്കെ ഒരുമിച്ച് ഉറുമിയില് വരുന്നത് പാട്ടുകാരായിട്ട്, സിനിമയിലെ പാട്ടുകാരായിട്ട് വരുന്നത്. ജോബ് അതിൽ ആരാന്റെ പാടി, ഞാൻ അപ്പാ നമ്മുടെയും ചലനം ചലനം എന്ന് പറഞ്ഞ പാട്ടും പിന്നെ നമ്മുടെ കുട്ടി കുട്ടി കവിതകളും ഒക്കെ പാടി ഒരുമിച്ച് യാത്ര തുടങ്ങിയ രണ്ട് പാട്ടുകൂട്ടുകാരാണ് ഞാൻ ജോബ്. അതിലിപ്പം എനിക്ക് തോന്നുന്നു ജോബിന്റെ മിക്കവാറും പാട്ടുകളൊക്കെ എഴുതിയത് ചന്ദ്രുവാണ്. അപ്പൊ വേറെ തരത്തിൽ ചന്ദ്രു വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന എന്തെന്നുകൂടെ ഞാൻ പറയണം. ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന അങ്ങനെ ഒരു സാധനമല്ല, ഇതൊരു കോൺവെർസേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ തുടങ്ങിയ ഇപ്പൊ ആദ്യത്തെ കാലഘട്ടത്തിൽ ചന്ദ്രു തുടങ്ങിയതും ഈ പറഞ്ഞ ഏനുണ്ടോടി അമ്പിളിച്ചന്തും പിന്നെ അവിയലിന്റെ പാട്ടുകള് ജിക്സോ പസിൽസ് ആയിരുന്നു കാലത്തിലെ. അതെ, ഞാൻ ഉറുമിയിൽ വരുന്നതിന് മുമ്പ് 10 പടത്തിൽ പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഉറുമി എനിക്ക് വല്ലാത്തൊരു ബ്രേക്ക് കിട്ടി. അതിനുശേഷം സെല്ലോടൊക്കെ വരുന്നത്. അത് ശരിയാ അല്ലെ. പക്ഷെ എനിക്ക് എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്വാതന്ത്ര്യ സംഗീതത്തിന്റെ ശാഖയില് മലയാളികൾക്ക് ഏറ്റവും, മലയാളികൾക്ക് മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ പലർക്കും പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ബാൻഡാണ് അവിയല്. അപ്പൊ അതിന്റെ തുടക്കകാലം മുതലുള്ള പല പാട്ടുകളിലും ചന്ദ്രന്റെ കയ്യൊപ്പുകളുണ്ട്. അപ്പം വേറൊരു സാധനമുണ്ട്. അത് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ ശൈലി വിട്ടിട്ടല്ല പോകുന്നത്. ഇപ്പം ഒരു പ്രത്യേക ശൈലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കവിതയാണെങ്കിൽ കവിത, സിനിമാ പാട്ടാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അവിയൽ പോലത്തെ ബാൻഡിലോ അല്ലെങ്കിൽ ജോബിന് വേണ്ടി എഴുതുമ്പോഴോ ഒക്കെ ഭയങ്കര വ്യത്യസ്തം. അപ്പം അതൊരു മനുഷ്യന് ഭയങ്കര എളുപ്പമല്ല, പല പല വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിൽ നിൽക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വത്വത്തിനെ വിടാതെ എന്നാൽ പല ശൈലിയിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതി ഭയങ്കര രസമായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും എനിക്ക് രശ്മിയോടുള്ള ഏറ്റവും താല്പര്യം തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞ ചിലപ്പോൾ ആൾക്കാർ ഭയങ്കര വിളിച്ചിട്ട് അതിന് അങ്ങനത്തെ പാട്ടുകളുടെ ഇടയിൽ ഈ ശബ്ദം കേൾപ്പിക്കുക എന്നുള്ളത്, ഇവനെയും പാടാം എന്നുള്ളൊരു താക്കീത് പോലത്തെ ഒരു ശബ്ദമാണ് ശരിക്കും രശ്മി. അത് അങ്ങനെ ഞാൻ പറയണെന്ന് വെച്ചാല് അത് വളരെ ശരിയായ അർത്ഥമല്ലേ പറഞ്ഞത്. അതിപ്പോ ഈ പറഞ്ഞ സൂഫിസത്തിലായാലും വളരെ ഖവാലി പോലത്തെ സിംഗേഴ്സിലായാലും നമുക്കൊക്കെ അറിയാം റേഞ്ച് ഓഫ് വോയിസ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഫീമെയിൽ വോയിസും മെയിൽ വോയിസും പിന്നെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ തരംതിരിച്ച ഫ്രീക്വൻസികളിൽ ഉണ്ടായിട്ടുള്ള 2 ഡിവിഷൻസ് മാത്രമാണ് ആക്ച്വലി, ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ സോ കോൾഡ് ഫീമെയിൽ വോയിസിൽ പെടുന്ന ഒരു ശബ്ദം ഒന്നല്ല ഞാൻ. അങ്ങനെ ശരിക്കും പറഞ്ഞ മറ്റേ ഒരു പ്രണയഗാനമോ ഒരു മെലഡിയോ ഒന്നും എനിക്കോട് നമ്മളൊരു പാട്ട് ചെയ്തിട്ടുണ്ടോ ഡയൽ എന്ന് പറഞ്ഞ പടത്തിൽ, അത് മാത്രമാണ് കുറച്ച് ഇലകളും പൂക്കളും നേരുമീ നിറവിൽ യാത്രയോ യാത്രയോ അങ്ങനൊരു പാട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ആകെ പാടിയ മെലഡി സോങ് അത് മാത്രമായിരിക്കും. അതൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് സിനിമയിലായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഓർക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ എറണാകുളത്ത് വെച്ച് റെക്കോർഡ് ചെയ്തേക്കും. അതിനകത്ത് ടൈറ്റിൽ സോങ് ഉണ്ട്, എന്നാലും മിന്നലഴകി എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. 3-4 പാട്ടുകളുണ്ടായില്ല. 3-4 പാട്ടുകൾ. സിനിമയുടെ പല തസ്തികകളില് രശ്മി വർക്ക് ചെയ്തിട്ടുണ്ട്. നീലാകാശം, പച്ചക്കടല് എന്ന സിനിമയില് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരെയും സന്തോഷിപ്പിച്ച നമ്മുടെ സുഹൃത്തുക്കളെ മുഴുവൻ സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. അതൊക്കെ ഒന്ന് പറയും. എനിക്കൊരു സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശശിയേട്ടന്റെ വില്ലയുടെ ശശിന്റെ ഡോക്യുമെന്ററി ഉണ്ടായിരുന്നില്ല, നിലമ്പൂർ യശത്താനെ കുറിച്ച് അഭിനേത്രി എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. ആ ഡോക്യുമെന്ററിയില് അസിസ്റ്റന്റ് ആയിട്ടാണ് കൂടെ ആദ്യം ഒരു അങ്ങനെ ഒരു മീഡിയ ബേസ് ആയിട്ടില്ല. അതിനകത്ത് നമ്മള് 2 പാട്ടുകളും പാടിക്കണം. ഒന്ന് ചന്ദ്രു എഴുതിയത്, ഒന്ന് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നാടകഗാനോ ഇരുന്നാഴി മണ്ണിലെ. പിന്നെ ഞാൻ കൽക്കട്ട പഠിക്കാൻ പോയിരുന്നല്ലോ, സത്യത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാം. അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലെനിൻ സാറിന്റെ മകരമഞ്ഞിലേക്ക് ലൊക്കേഷൻ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ട് വന്നതും പിന്നെ അവിടെ നിന്നാണ് സന്തോഷം എന്നെ കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഉറുമിയിലേക്ക് എത്തുന്നത്.
അപ്പൊ അവിടുന്ന് ഈ ലൊക്കേഷൻ സൗണ്ട് റെക്കോർഡിംഗിൽ നിന്ന് നേരെ പ്ലേ ബാക്കിലോട്ട് പോയി. അതിന്റെ ഇടയിലാണ് ഈ നീലാകാശം പച്ചക്കടലില് ഇത് ചെയ്തത്. പിന്നെ കുറച്ച് പടങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്, കുറെ ക്യാരക്ടേഴ്സിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ആദ്യത്തെ പാട്ട് ചെയ്യുന്ന അതേ സമയത്താണ് 22 ഫീമെയിൽ കോട്ടയത്തിലേക്ക് അഭിനയത്തിലേക്ക് വരുന്നത്. അത് എനിക്ക് വളരെ വ്യത്യസ്തമായ റോളായിരുന്നു അല്ലേ? ആ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ കേരളത്തിലില്ല, പലർക്കും അറിയില്ല. അപ്പൊ ഏതോ ഒരു ആള് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾ അഭിനയിച്ചു പോയി എന്ന് അറിയുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു എന്റെ പാട്ടുകളുടെയൊക്കെ ഇന്റർവ്യൂ വരുന്ന സമയത്താ അറിയുന്നത്. പക്ഷെ ഈ ഇനി വരുന്ന തലമുറയ്ക്ക് എന്ന് പറഞ്ഞ പാട്ടിന്റെ ഐഡന്റിറ്റി ആയതുപോലെ തന്നെ പല മനുഷ്യർക്കും എന്നെ തിരിച്ചറിയുന്നത് 22 ഫീമെയിൽ കോട്ടയത്തിലെ സുബൈദ എന്ന ക്യാരക്ടറിലൂടെയാണ്. അവര് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട്. നല്ല പടമാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തു. പിന്നെ ആഷിഖേന്റെ തന്നെ ഇടുക്കി കോടിൽ ഒരു കുഞ്ഞു വേഷം ചെയ്തു. പിന്നെ ഉട്ടോപ്പിലെ രാജാവിലെ ആ പാട്ട് പാടുന്ന ഞാൻ തന്നെ പാടുന്ന പാട്ടിലെ അത് നമ്മുടെ ഔസപ്പിച്ച മാഷ് ചെയ്തതാണ്. മ്യൂസിക് ചെയ്ത് റഫീഖ് എഴുതിയതാണ്. എസ് റഫീഖ് എഴുതിയ വരികളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു തൊട്ടപ്പനിലൊരു കുഞ്ഞു വേഷം ചെയ്തു. പരീത് ഭണ്ഡാരി എന്ന് പറഞ്ഞ ഇതിൽ ഒരു മുഴുന്നുള്ള വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒടുവില് തമിഴ് സിനിമ കാർത്തിയുടെ സിനിമയില് രാജമുരുകൻ സാറിന്റെ ജപ്പാൻ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയില് ഒരു പോലീസ് വേഷം ചെയ്തത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ അഭിനയത്തിൽ നമ്മളെ ഓർക്കുന്ന തരത്തിൽ ഇപ്പം 22 ഫീമെയിൽ കോട്ടയം കഴിഞ്ഞ് ഒരുപാട് നാൾ ഇവിടെ ഇല്ലാതിരുന്നു ഞാൻ. അങ്ങനെ ഇപ്പം എല്ലാവരും ഒരു പാട്ടിൽ മാത്രമാണല്ലോ ഓർക്കുക, അഭിനയത്തിൽ അങ്ങനെ ഓർക്കുന്നില്ല. കുറച്ചു കാലം ഇങ്ങനെ ഇടയില് പടം കാണുമ്പോ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന റോൾ തന്നെയായിരുന്നു. അതെ 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 അതെ, കുറെ പേർക്ക് പേടി ഉണ്ടാക്കുന്ന റോൾ. അതെ. പിന്നെ അതിന്റെ ഇടയിലാണ് നാടകത്തിലൊക്കെ വർക്ക് ചെയ്തത്, ലോകാധർമ്മിയായിട്ട് കാളി നാടകത്തില്. അതിനകത്ത് അപ്പോഴാണ് ശരിക്കും നമ്മുടെ ബംഗാളിയല്ലേ ശരിക്കും? അല്ലല്ല, കാളി നാടകം നമ്മൾ ഇവിടത്തെ കാളിയും കൂളിയും വെച്ചിട്ട് മുടിയേറ്റിനെ ബേസ് ചെയ്തിട്ട് ചന്ദ്രാസ് മാഷ് ഡയറക്ട് ചെയ്ത. അതിനകത്ത് എന്നെ കാസ്റ്റ് ചെയ്യാൻ കാരണം എനിക്ക് ആ കൂളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്ത. കൂളി ക്യാരക്ടർ എന്ന് പറഞ്ഞാല് വേദിയിൽ തന്നെ, അതായത് അഭിനയിക്കുമ്പോൾ 7 8 പാട്ടുകളെ ലൈവായിട്ട് പാടി ചെയ്യുന്ന പാട്ടുകളായിരുന്നു. അതുകൊണ്ടാണ് എന്നെ അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ പാരീസ് ചന്ദ്രേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അറിയാലോ, അപ്പൊ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ജീവിച്ചിരുന്ന സമയത്ത് ആഘോഷിക്കപ്പെടാതെ പോയ ഒരു മനുഷ്യനാണ് ആക്ച്വലി. എന്നാൽ ആഘോഷിക്കപ്പെടേണ്ടിയിരുന്ന ഒരു മനുഷ്യനും കൂടെയാണ്. എന്തോരം എന്ത് സ്നേഹം മാത്രല്ല, ഞാൻ പറയുന്ന കഴിവും. അതായത് നമ്മളെ ഇപ്പം കമ്പോസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതിൽ വായിച്ചിരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റും ചന്ദ്രേച്ചൻ തന്നെ വായിച്ച് റെക്കോർഡ് ചെയ്യുന്നതാണ്. അത് ക്ലാരിനെറ്റ് മുതല് സാക്സഫോൺ മുതല് ചെണ്ട മുതല് എല്ലാം ചന്ദ്രേട്ടനാ വായിക്കുന്നത്. ഒരു വണ്ടി നിറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. അതും എടുത്ത് നമ്മളൊരു വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് ഫുള്ള് മ്യൂസിക് ചെയ്തിട്ടാ പോവാ. അപ്പൊ ആ മനുഷ്യനെയൊക്കെ പിന്നീട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ വേറെ തരത്തിൽ ചന്ദ്രേട്ടൻ ഫീച്ചർ ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് അധികം നാളാവുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പം ഒരിക്കൽ ഭയങ്കര സങ്കടമുണ്ട്, കാരണം അവരുടെ കൂടെയൊക്കെ കുറച്ച് നാളും കൂടെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചായ കുടിക്കാൻ പോയാലും നല്ല സുഖം ഉണ്ടായിരിക്കും. അതെ, അങ്ങനെ ചോദിക്കാം. വർത്തമാനം പറയുമ്പോ നമുക്ക് കേൾക്കുമ്പോ ഒരു ശരിക്കും ചെറുതായിട്ട് ഇങ്ങനെ പറയാം. ഇപ്പൊ ഡെസയുടെ അടുത്ത പാട്ടുകൾ ചെയ്തോണ്ടിരിക്കാം. അതിനകത്ത് ഇപ്പൊ 2-3 പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഉടൻ പുറത്തു വരും എന്ന് വിചാരിക്കാം. അതന്നെ നമ്മുടെ റെക്സോ ഇതിലൊക്കെ മിക്സ് ആൻഡ് മാസ്റ്റർ ഒക്കെ റെക്സോ ചെയ്യുന്നത്. ഓക്കെ, ചന്ദ്രന്റെ ഏതാ പുതിയ പ്രോജക്ട്? എനിക്കിപ്പോ അടുത്ത് വരാൻ പോണത് ചെയ്യുന്നൊരു പടമാണ്. അത് ജഗദാമ 7ാം ക്ലാസ് എന്ന് പറഞ്ഞൊരു പടം. പിന്നെ ഇനിയും എന്നുള്ളൊരു പടമുണ്ട്. പിന്നെ കടാവിളക്ക് എന്ന് പറഞ്ഞ പടമുണ്ട്. ഇനി ഇത്രയും നേരം എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചില്ലേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ? ആയിക്കോട്ടെ. എനിക്ക് ചന്ദ്രുവിൽ കാണാൻ പറ്റിയ ഒരു ശൈലി എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് മനുഷ്യനുമായി അടുത്ത് നിൽക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രു ആശയം പറയുക. ആ വാക്കുകൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളായിരിക്കും, എന്നാൽ അതിനെ ആഴത്തിൽ മനുഷ്യന് തൊടാൻ പറ്റുന്ന വാക്കുകളായിരിക്കും. ഈ ചെറിയ വാക്കുകൾ കൊണ്ടുള്ള കളി. ഇപ്പൊ നമ്മളിപ്പം സിജുവിന്റെ പടത്തിനൊക്കെ വേണ്ടിയിട്ട് എഴുതാനിരിക്കുമ്പോഴും അവിടുത്തെ നമ്മളെ പേഗൻ ഫെസ്റ്റിന്റെ ലിറ്ററേച്ചർ സെഷനും ഒക്കെ നമ്മളെപ്പോഴും ആ വാക്കുകളുടെ കളികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ അങ്ങനത്തെ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ വന്നത്? എന്താണ് അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ എഴുതാൻ കാരണം? കൃത്യമായിട്ട് പറഞ്ഞാല് ഞാൻ എപ്പോഴും എനിക്ക് തന്നെ പരിചിതമായിട്ടുള്ള അറിവുള്ള
വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന്. ആളുകൾക്ക് നമ്മൾ ജനിച്ചപ്പം മുതൽ ഇന്ന് വരെ അനുഭവത്തിലൂടെയും അല്ലാതെയും ഒക്കെ കേട്ട് സ്വന്തമായിട്ട് അറിവുള്ള വാക്കുകൾ മാത്രമാണ് ഉപയോഗിക്കാൻ ശ്രമിക്കാറ്. ഒന്ന്. രണ്ടാമത് നമ്മളൊരു പാട്ടിലാവുമ്പോ ആൾക്കാർക്ക് അത് വളരെ വ്യക്തമാണെന്ന് എനിക്ക് അതിന്റെ ആശയം വ്യക്തമാണെന്ന്. ഇപ്പൊ ചില പാട്ടുകളൊക്കെ ഇപ്പൊ കണ്ണോട് കണ്ണായിടാം എന്നുള്ള പാട്ട്, ജോബിന്റെ പാട്ട്, പുതിയ പാട്ട്, പുതിയതല്ല, അത് 10 വർഷം മുൻപ് എഴുതിയ പാട്ടാണ്. അത് ഇപ്പോഴാണ് ആൾക്കാർ കൊണ്ടാടുന്നത്. എനിക്കത് മനസ്സിലാവും. പലരും വിളിച്ചിട്ട് പറയുന്നതും പലരും അതിന്റെ വിഷ്വല് പുതിയത് ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട് 2 വരിയുടെ ഒക്കെ. അപ്പൊ അതെന്താ വെച്ചാല് അപ്പൊ അതിൽ ഓരോരുത്തരും അതിന്റെ കമന്റ്സ് ഇടുന്നത് അതിന്റെ വരികൾ തന്നെയാണ്. അതെനിക്ക് വലിയ സന്തോഷമായി. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികളാണ് അതിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വെയിൽ ചില്ല പൂക്കും നാളിൽ ആ പാട്ടിലെ വരികള് ഇപ്പൊ നിനക്കായി ജന്മം നോറ്റു ഞാന്. കാരണം നമ്മളിതൊക്കെ ഇങ്ങനെ അയക്കുമ്പോഴാണ് നമ്മൾ അതില് ജീവനുണ്ടല്ലോ, ജീവന്റെ അംശം ഉണ്ടല്ലോ. അമ്മയാണല്ലോ പറയുന്നത് നിനക്കായി ജന്മം നോറ്റു ഞാനെന്ന് പറയുമ്പോൾ അതിന് വലിയൊരു അർത്ഥം ഉണ്ടാവുന്നതൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാവണം. നമ്മളൊരു പാട്ട് എഴുതുമ്പോൾ വളരെ അത്ര വലിയ ചിന്തിച്ചിട്ടായിരിക്കണമെന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് ട്യൂണിട്ട് എഴുതുന്ന പാട്ടുകള് അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോ അപ്പൊ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. ചില വാക്കുകള് അങ്ങനെയൊക്കെ ചിലതുണ്ട്, സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആൾക്കാർ പോസിറ്റീവായിട്ട് കാണുന്നതിൽ എനിക്ക് സന്തോഷം, ലക്ഷ്മി കാണുന്നതിൽ സന്തോഷം. അല്ല, എനിക്ക് കാര്യമായിട്ട് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം അതാണ്. എപ്പോഴും ചന്ദ്രന്റെ പാട്ടുകളുടെ വാക്കുകൾ മനുഷ്യനുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന വാക്കുകളാണ്. ഭയങ്കര എളുപ്പമാണ് മനസ്സിലാക്കാൻ, എന്നാൽ ഭയങ്കര ആഴമുള്ളതുമാണ്. അപ്പൊ അത് ഭയങ്കര പ്രയാസമാണ് ആക്ച്വലി അങ്ങനെ ഒരു ശൈലി കൊണ്ടുവരാൻ. പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയതാട്ടാ. അപ്പൊ അതിൽ വലിയ സന്തോഷം ആക്ച്വലി ഓരോ പാട്ട് കേൾക്കുമ്പോഴും. നമ്മളിപ്പം പല സംഗീത സംവിധായകരും നമ്മുടെ സുഹൃത്തുക്കളുള്ളപ്പോ ഇപ്പൊ ഓരോ തരത്തിൽ ഇപ്പം അൻവർക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ അത് വേറെ തന്നെ സ്റ്റൈലാണ്. അത് പുള്ളിക്കേ പറ്റുള്ളൂ അങ്ങനത്തെ. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോ അൻവർക്കിനെ സജസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങളെ സജസ്റ്റ് ചെയ്യുമ്പോ ഓരോരുത്തരുടെ രീതിയാ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമുള്ള ഒരു രീതിയാണ് ചന്ദ്രുവിന്റെ രീതി. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയായിട്ട് തോന്നിയിട്ടുണ്ട്. സന്തോഷമുണ്ട് രശ്മിയായിട്ട് ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഇനിയും നമുക്ക് ഒന്നിച്ച് ചെയ്യേണ്ട ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യണം. അത് മറ്റുള്ള പാട്ടുകളിൽ നിന്ന് എന്തായാലും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു തോന്നല്. എന്തായാലും നല്ലവരല്ലേ നമ്മൾ, നല്ല കാലം വരും. രശ്മിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാല് ഇതിപ്പോ ഒരു ഒഫീഷ്യൽ നമ്മളെ മറ്റേ വേറെ ആരും നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലത്തെ ഒരു കാര്യമൊന്നുമില്ല. ചന്ദ്രു ഇത് ഞാനും ഒരാളെ വച്ചിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. ചന്ദ്രു തന്നെയാണ് നേരിട്ട് വന്നിരുന്ന ഓരോ മനുഷ്യന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതിന് ഭയങ്കരമായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പം ഈ പറയുന്ന ഇങ്ങനൊരു ഇതിന്റെ ഭാഗമായിട്ട് കൂടെ ചേരാൻ പറ്റിയതിൽ വലിയ വലിയ സന്തോഷം. ഇനിയും ഈ പറഞ്ഞ പോലെ ഒരുപാട് മനുഷ്യരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത, ആ മനുഷ്യനെ മുഴുവൻ ലോകത്തിന് പരിചയപ്പെടുത്താൻ പറ്റാത്ത, അവരെ അറിയാത്ത മേഖലകളെല്ലാം എല്ലാവരുടെ മുന്നിലേക്ക് എത്തട്ടെ. ശരിക്കും പറഞ്ഞ ആഴമുള്ള പല തരത്തിലും മൂടി വെക്കപ്പെട്ട എന്നാലും എല്ലാ ആത്മാർത്ഥതയുള്ള വശങ്ങളുള്ള മനുഷ്യരെയൊക്കെ ഒരു പക്ഷെ ചന്ദ്രുവിലൂടെ മനുഷ്യർക്കൊക്കെ അറിയാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് താങ്ക് യു. നമസ്കാരം. ലക്ഷ്മി സതീഷായിട്ടുള്ള ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതൊരു ഇന്റർവ്യൂ ഒന്നുമല്ല. രശ്മി പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾ വളരെ അടുപ്പുള്ള ആളുകളാണ്. പക്ഷെ എനിക്ക് ഒരു തോന്നലുണ്ടായിട്ടുണ്ട് രശ്മി ആരാണെന്ന് ശരിക്കും ആളുകൾക്ക് അറിയില്ല. അവർ പാട്ട് പാടുന്ന ഒരു ഗായിക മാത്രമല്ല, അവരൊരുപാട് അവരുടെ കഷ്ടപ്പാടിലൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ നടത്തുകയും അറിവ് നേടാൻ വേണ്ടിയിട്ട് പല യൂണിവേഴ്സിറ്റികളിൽ സഞ്ചരിക്കുകയും ചെയ്ത ആളാണ്. വളരെ സന്തോഷമുണ്ട് ലക്ഷ്മിയെ പോലെ ഒരു കൂട്ടുകാരിയെ എനിക്ക് കിട്ടിയതിൽ. അതിലൊക്കെ നന്ദി പറയുകയാണ് എല്ലാവരോടും. വളരെ സന്തോഷം. കരിമാനത്താട്ടം കണ്ട് പീലി നിവർത്തിയതാര്, തുടികൊട്ടി മഴ പെയ്യുമ്പോ കുഴലൂതണതാര്, ആരായാലും ആരാനായാലും അങ്ങേ കൊമ്പില ഇങ്ങേ കൊമ്പില, മയിലായാലും കുയിലായാലും നട 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 നട. ഏലേ കയ്യേലൊരു ചൂട്ടും ചുണ്ടേലൊരു പാട്ടും ഇടനെഞ്ചിൻ തുടിതാളങ്ങൾ തേടുന്നൊരു കൂട്ടും. പണ്ടത്തെ പാട്ടിയിലൊന്നും പതിരില്ല പകയില്ല, മലരാണേ കനലാണേ അടിയാന്റെ കരളാണേ നെറിവിന്റെ അറിവാണേ